ആ എന്താ മനസ്സിലായില്ലേ? 3 മാസം അവധിയിൽ പോവാം. അതിനുശേഷം ഏത് ജില്ലയിൽ ജോയിൻ ചെയ്യണമെന്ന് അറിയിക്കും. എന്തായാലും ഇവിടെ ഇല്ല. സർ, ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഈ ഒരു ഓർഡർ തരാനുള്ള കാരണവും എനിക്കറിയാം. എന്താ കാരണമെന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ. സാറിന് എന്നോട് ദേഷ്യം തോന്നരുത്. സാറ് സ്വാധീനത്തിൽ വീണുപോയി. MLA നിർദ്ദേശം അനുസരിച്ചല്ലേ എനിക്കിപ്പോ ഈ പണിഷ്മെന്റ് വാങ്ങി തന്നെ. സർ, ഇതിനുത്തരം ഞാൻ പറയാം. അതെ, ഞാൻ SP യെ സ്വാധീനിച്ചു. അത് അവകാശങ്ങൾ കിട്ടാനുള്ള സ്വാധീനമായിരുന്നു. താങ്കളെ ഇസബെല്ലെ പോലുള്ളവർ സ്വാധീനിച്ചതുപോലുള്ള സ്വാധീനമല്ല. MLA അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിക്കരുത്. ആക്ഷേപിച്ച് സംസാരിക്കരുത്. ആരെ ആക്ഷേപിച്ചത്? നിങ്ങളാണ് ആക്ഷേപിച്ചത്. എന്നെയും എന്റെ കുടുംബത്തെ ആക്ഷേപിച്ചു. നിയമ സംവിധാനത്തെ ആക്ഷേപിച്ചു. എന്തിന്? നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന യൂണിഫോമിനെ തന്നെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തില്ലേ മിസ്റ്റർ DYSP? സർ, പോലീസിനെ ആകെ മൊത്തം കളിയാക്കണേ MLA. അതെ, തന്നെ പോലുള്ളൊരു കാരണമാ സേന മുഴുവൻ ചില സമയത്ത് നാണം കെടുന്നത്. പിന്നെ MLA എന്ന് പറഞ്ഞ ജനങ്ങളുടെ പ്രതിനിധിയാ. നമുക്കൊക്കെ മുകളില ജനങ്ങളും അവരുടെ പ്രതിനിധിയും. താനത് മനസ്സിലാക്കി വിവേകത്തോടെ പെരുമാറിയില്ല. ഈ ശിക്ഷ താൻ ചോദിച്ചു മേടിച്ചതാ. പൊതുജനങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടും മനസ്സിലാക്കാത്ത എല്ലാ ഉദ്യോഗസ്ഥരും മാത്രല്ല, ഏതൊരു അധികാരിയും ഇതുപോലെ താഴെ വരും. ഇതുപോലെ പേപ്പറും പിടിച്ച് പതറി നിൽക്കും. പരാതിക്കാരെയല്ല, ചുറ്റും നിന്ന് ശിങ്കടി പാടുന്നവരെയാ നിങ്ങൾ സേവിക്കാൻ നോക്കിയത്. സത്യത്തില് അതിന് ഈ ശിക്ഷ പോരാ. ശരി, എന്നാ പൊയ്ക്കോ. നന്ദന്റെ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം നടത്താൻ സ്പെഷ്യൽ ടീമിനെ നിയമിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവർ ചാർജ് എടുത്ത് അന്വേഷണം തുടങ്ങും.